ശബരിമലയിൽ NDRF രക്ഷാകവചത്തിൽ ഇതുവരെ ആശുപത്രിയിൽ എത്തിച്ചത് 150ഓളം തീർത്ഥാടകരെ. സേന 24 മണിക്കൂറും സേവന സന്നദ്ധരാണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ സേവനം ശബരിമല തീർത്ഥാടനത്തിനെത്തുന്നവർക്ക് വലിയ ആശ്വാസമാകുന്നു. ഇതിനോടകം സന്നിധാനത്തു നിന്നും നടപ്പന്തലിലുമായി ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട 150ഓളം തീർത്ഥാടകർക്ക് NDRF സേവനം ഉറപ്പാക്കി. ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് വരാൻ ബുദ്ധിമുട്ടിയ നിരവധി തീർത്ഥാടകരെ സ്ട്രക്ചറുകളിലും മറ്റുമായി സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനും ടീമിന് സാധിച്ചു. ചെന്നൈ ആരക്കോണത്തു നിന്നുമുള്ള 4ാം ബറ്റാലിയൻ ടീമാണ് ശബരിമലയിൽ ദുരന്ത സാധ്യതകൾ നേരിടാൻ രംഗത്തുള്ളത്. ഡെപ്യൂട്ടി കമാൻഡന്റ് ഡോക്ടർ അർജുൻ എ ആണ് ശബരിമലയിൽ ടീമിന് നേതൃത്വം നൽകുന്നത്. ഈ ടീമിന്റെ കമാൻഡന്റ് അഖിലേഷ് കുമാറാണ്. ഞങ്ങളിവിടെ NDRFന്റെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൽ നിന്നും ശബരിമലയും അനുബന്ധ പ്രദേശങ്ങളിലുമുള്ള ഡിസാസ്റ്റർ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ടീമാണ്. ഇവിടെ ഇപ്പോൾ ശബരിമലയിൽ സന്നിധാനത്ത് നമ്മുടെ ടീം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് സന്നിധാനത്തും മറ്റൊരു നടപ്പന്തലിലുമാണ്. ഇത് കൂടാതെ ഒരു ടീം നമ്മളുടെ പമ്പയിൽ ലൊക്കേറ്റഡ് ആയിട്ടുണ്ട്. പിൽഗ്രിമേജിനായി വരുന്ന ആളുകളുടെ എന്തെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്ക് എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സേവനമാണ് നമ്മളിപ്പോൾ ഇവിടെ ശബരിമല സന്നിധാനത്തും നടപ്പന്തലിലുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മളുടെ ടീം ഏതെങ്കിലും സ്ട്രക്ചേഴ്സിന്റെ ഡാമേജസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻസിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലാതെ ഏതെങ്കിലും ഫ്ലഡ് റിലേറ്റഡ് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ടോ പ്രിപ്പയർഡ് ആണ്. നിലവിൽ NDRF ടീമിനെ പ്രധാനമായും 3 കേന്ദ്രങ്ങളിലായാണ് വിന്യസിച്ചിട്ടുള്ളത്. സന്നിധാനത്തും നടപ്പന്തലിലും ഇതിനു പുറമെ പമ്പയിലും ടീം അംഗങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുന്ന തീർത്ഥാടകരെ ഉടനടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സേവനത്തിനാണ് ശബരിമലയിൽ ഊന്നൽ നൽകുന്നത്. ഇതുകൂടാതെ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നതിനും ടീം പൂർണ്ണ സജ്ജമാണ്. എല്ലാ ടീം അംഗങ്ങൾക്കും ഇത്തരം സേവനങ്ങളിൽ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ നേരം നിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നിർജ്ജലീകരണം കൂടാതെ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് സഹായം തേടുന്നവരിൽ കൂടുതലെന്നും ഇവരെ എത്രയും വേഗം അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ദൗത്യമെന്നും ഡെപ്യൂട്ടി കമാൻഡന്റ് ഡോക്ടർ അർജുൻ പറഞ്ഞു. കേരള പോലീസ്, ഫയർഫോഴ്സ്, CRPFന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തുടങ്ങിയ മറ്റു സേനകളുമായി ചേർന്നുള്ള പ്രവർത്തനമാണ് ശബരിമലയിൽ നടത്തിവരുന്നതെന്നും ഡോക്ടർ അർജുൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.